ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു കാശി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് വെറൈറ്റീസ് ഓഫ് കാശിമാലകളാണ്. എന്ന് പറയാം, നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ കാശിമാല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് യുണീക്കായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന കുറച്ച് കാശിമാലകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 10 പവനിൽ തുടങ്ങുന്ന ഒരു കാശിമാല ഐശ്വര്യമായിട്ട് തുടങ്ങാം. ഈ കാശിമാലയുടെയൊക്കെ ഏറ്റവും മെയിൻ എന്താ പറയുക പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കല്യാണത്തിനാണെങ്കിൽ ചോക്കറായിട്ട് നമ്മുടെ ഈ കാശിമാല ഉപയോഗിക്കാം, സെക്കൻഡ് മാലയായിട്ട് ഉപയോഗിക്കാം, ലാസ്റ്റ് ഇടുന്ന നമ്മുടെ ലോങ് ചെയിനായിട്ട് നമുക്ക് ഈ കാശിമാല ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ്ലി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഏറ്റവും ലോങ് ചെയിനായിട്ട് ഏറ്റവും അവസാനത്തെ പീസായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാശിമാലയാണ്. 10 പവനിൽ വരുന്ന ഒരു കാശിമാലയാണിത്. ഇത് വന്നിട്ട് ബ്രോഡായിട്ടുള്ള കുറച്ച് സെമി ബോൾസിൻ്റെ സംഭവം വന്നിട്ട് സൈഡിൽ കാശിമാല, സരസ്വതി ദേവിയുടെ കാശ് വന്നിട്ടുള്ള ഒരു മാലയാണ്. ഇത് നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ ഏറ്റവും ലാസ്റ്റ് പീസായിട്ട് ഇടുന്നൊരു മാലയാണ്. 10 പവനാണ് ഈ കാശിമാലയുടെ വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഇനി അതിൻ്റെ വേറൊരു മോഡല് അടുത്തൊരു കാശിമാലയാണിത്. ഇതിൽ നിന്ന് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. യെസ്, ഇതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ മാല. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക കല്യാണങ്ങൾക്കൊക്കെ ഒരു ഷോ മാല പോലെ ഇടാനാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് പീസായിട്ട് ഇടുന്ന മാലയാണെങ്കിൽ ഇത് നമുക്കൊരു സെക്കൻഡ് ലാസ്റ്റോ അല്ലെങ്കിൽ സെക്കൻഡ് മാലയൊക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കാശിമാലയാണ്. ഇതിലും സരസ്വതി ദേവിയുടെ കാശ് സൈഡിൽ വന്നിട്ട് മജന്ത സ്റ്റോൺസ് വന്നിട്ട് ഏറ്റവും താഴെ ഒരു കുഞ്ഞു ലോക്കറ്റ് പോലെ, ആ ലോക്കറ്റിൻ്റെ നടുക്കായിട്ട് ഒരു കാശ് വന്നിട്ടുള്ളൊരു മാലയാണ്. ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പീസാണ്. ഈ 2 കാശിമാലകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കേരള മോഡലാണ്. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള സ്വർണ്ണം ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കല്യാണങ്ങൾക്കാണെങ്കിലും ഭയങ്കര തിളങ്ങി നിൽക്കണം എന്ന് വിചാരിക്കുന്ന മൈൻഡുള്ള ആൾക്കാരൊക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോസി ടൈപ്പ് കേരള ഡിസൈനിലുള്ള കാശിമാലകളുള്ളത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്, ഈ മാല വന്നിട്ട് ഒരു 4 പവനിലൊക്കെയാണ് ഈ കാശിമാല വരുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേരള ഡിസൈനിലല്ലാത്ത എക്സ്ട്രീം ആയിട്ടുള്ള വേറൊരു ഡിഫറെൻറ്റ് മോഡൽ ഓഫ് കാശിമാലയാണ്. യെസ്, ചെട്ടിനാട് ഡിസൈനിൽ വരുന്ന ഒരു കാശിമാലയാണ്. നേരത്തെ ഞാൻ കാണിച്ച കാശിമാലകളുടെയൊക്കെ കാശ് കുറച്ച് ഗ്യാപ്പ്, അകൽച്ചയുള്ള കാശുകളായിരുന്നു. ഇത് ശരിക്കും അടക്ക് കാശിമാല എന്ന് നമ്മൾ പറയും. ഒരു കാശിന് മീതെ ഒന്നായിട്ട് അടുക്കടുക്ക് പോലെ വന്നിരിക്കുന്ന അടക്ക് കാശിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. സൈഡിൽ നമുക്ക് മജന്ത സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് താഴെ ഒരു കുഞ്ഞു ലോക്കറ്റും അതിൻ്റെ താഴെ ഈ പഞ്ചസാര മുത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു കുഞ്ഞു മജന്ത മുത്തുകളൊക്കെ വന്നിട്ടുള്ള, എന്താ പറയുക നേരത്തെ തേനയിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഭയങ്കര ഗ്ലോസി അല്ലാത്ത ചെട്ടിനാട് കളക്ഷനിൽ വരുന്ന ഒരു കാശിമാലയാണിത്. ഈ കാശിമാല വന്നിട്ട് ഒരു 6.25 പവനിലാണ് ഈ കാശിമാല വരുന്നത്. ചെട്ടിനാട് കളക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഷോറൂം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെട്ടിനാട് കളക്ഷനിൽ തന്നെ 5 പവനിൽ വരുന്ന 5-5.5 പവൻ്റെ അടുത്ത് വരുന്ന വേറൊരു കാശിമാലയാണ്. ഇത് അടക്ക കാശി പോലെ അല്ലാതെ, എന്നാൽ ഗ്യാപ്പില്ല, പക്ഷേ ഇങ്ങനെ നേരെയായിട്ട് കാശിമാല വന്നിട്ട് സരസ്വതി ദേവിയുടെ കാശ് വന്നിട്ട് സൈഡിൽ ഇതുപോലെ ബ്രോഡായിട്ടുള്ള 2 സെമി ബോൾസിൻ്റെ ഡിസൈൻസ് വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മജന്ത സ്റ്റോൺസ് വന്നിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ഇതും നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാശിമാലയാണ്. 5-5.5 പവനാണ്. 5-5.5 പവൻ്റെ അടുത്താണ് ഈ മാലയുടെ വെയിറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരു എക്സ്ട്രീം വെറൈറ്റി ഓഫ് ചെട്ടനാടിൻ്റെ കാശിമാല കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് പീസ്. ഇത് വന്നിട്ട് നമ്മുടെ മുല്ലമുട്ട് മാലയില്ലേ, ആ മുല്ലമുട്ട് മാലയും കാശിമാലയുടെയും ഒരു എന്താ പറയുക ഒരു കോൺട്രാസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു കാശ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മുല്ലയുടെ മുട്ട് പോലത്തെ ഒരു മുട്ടും, അങ്ങനെ എന്താ പറയുക ഇട കലർത്തിയാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത്. ചെട്ടിനാടിൽ തന്നെ ഈ കാശിമാല വന്നിരിക്കുന്നത്. ഇതും സൈഡിൽ മജന്ത സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും. ഈ ഒരു പീസ് ഓഫ് കാശിമാല മാത്രം ഇട്ടാലും അടിപൊളിയായിരിക്കും. നമ്മുടെ അമ്പലങ്ങൾക്കൊക്കെ പോകുമ്പോൾ, ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു പീസ് മാല ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു എലഗൻറ്റ് ആൻഡ് റിച്ച് ലുക്കായിരിക്കും. ഇത് വന്നിട്ട് ഒരു 4.25 പവനിലൊക്കെയാണ് ഈ കാശിമാലയുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാലകളുടെ കാശിമാല
കാശിമാലകളുടെ കളക്ഷൻ. നമ്മുടെ ഷോറൂമിൽ ഇത് മാത്രമല്ല, വേറെ ഒത്തിരി കോൺട്രാസ്റ്റിൽ ഈ കാശിമാലകൾ ഇറക്കുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ കല്യാണങ്ങളുടെയൊക്കെ ഏറ്റവും മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷനാണ് ഈ കാശിമാല. പണ്ട് തൊട്ടേ ഉള്ള സംഭവമാണ് ഈ കാശിമാല. അതിൽ പുതിയ പുതിയ വെറൈറ്റീസ്, പുതിയ എന്താ പറയുക, ഹൈടെക് കാശിമാലകളൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ അവർ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ ഷോറൂമിൽ വരാം. നമുക്ക് നമ്മുടെ ഷോറൂമുകളുള്ളത് കണ്ണൂർ പയ്യന്നൂരിൽ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് എന്ന പേരിലും പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക് എന്ന പേരിൽ നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലുമാണ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ്സുകളുള്ളത്. അപ്പോൾ എല്ലാവരും ഓടി വരാ. നമ്മുടെ ഈ കളക്ഷൻസ് ഒക്കെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വേറെ സെറ്റ്സ് ഓഫ് കളക്ഷൻസ് ആയിട്ട് ഞാൻ വരുന്നവരിക്കും. നമ്മുടെ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Kallarackals Gold Park, Payyannur. Our sister concern, Payyannur Gold Park, Neyyattinkara, Nedumangad, Karunagappally, Kottarakkara and Thrissur.